Hello, my dear friends. I'm your teacher Amma, and welcome back to my Easy English class. Today, I'm going to talk about conjunctions in English grammar. So, let's go to the class. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ കൺജങ്ഷനെ കുറിച്ചാണ്. എ കൺജങ്ഷൻ ഇസ് എ വേർഡ് യൂസ്ഡ് ടു ജോയിൻ വേർഡ്സ്, phrases or sentences. രണ്ട് വാക്കുകളെയോ അല്ലെങ്കിൽ രണ്ട് സെൻറ്റൻസുകളെയോ ഒക്കെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയാണ് ഇംഗ്ലീഷ് ഗ്രാമറിൽ കൺജങ്ഷൻസ് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന കൺജങ്ഷൻ വേർഡ്സുകളാണ് ബട്ട്, ബിക്കോസ്, ആൻഡ്, സോ. അങ്ങനെ സം കോമൺ കൺജങ്ഷൻസ് ആർ ആൻഡ്, ബട്ട്, so or because. കൺജങ്ഷൻസ് 3 തരത്തിൽ ഉണ്ട്. The 3 types of conjunctions are coordinating conjunctions, subordinating conjunctions and correlative conjunctions. Examples for coordinating conjunctions are and, but, or, so and at. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിന് ഉദാഹരണങ്ങളാണ് ആൻഡ്, സോ, ബട്ട്, ഓർ, പിന്നെ എറ്റ്. ബിക്കോസ്, ഓൾദോ, ഇഫ്, വെൻ ആൻഡ് വൈൽ ആർ എക്സാമ്പിൾസ് ഫോർ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. എയ്തർ ഓർ, നെയ്തർ, നോർ തുടങ്ങിയവയൊക്കെ കോറിലേറ്റീവ് കൺജങ്ഷനിലാണ് പെടുന്നത്. Examples for correlative conjunctions are neither, nor, either, or, etc. I like apples. I like oranges. ഇത് 2 സെൻറ്റൻസ് ആണ്. നമുക്ക് കൺജങ്ഷൻ ഉപയോഗിച്ച് ഇവയെ എളുപ്പത്തിൽ കൂട്ടി ചേർത്ത് വയ്ക്കാം. ഐ ലൈക്ക് ആപ്പിൾസ്, ഐ ലൈക്ക് ഓറഞ്ചസ്. കൺജങ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഐ ലൈക്ക് ആപ്പിൾസ് ആൻഡ് ഓറഞ്ചസ്. അപ്പോൾ സെൻറ്റൻസിൻ്റെ നീളം നമുക്ക് കുറയ്ക്കാൻ പറ്റും, ആവർത്തിക്കുകയും വേണ്ട. അവിടെ ആൻഡ് എന്ന ഒരു കൺജങ്ഷൻ ഉപയോഗിച്ചാൽ മാത്രം മതിയാകും. അപ്പോൾ ആ 2 സെൻറ്റൻസ് ഒന്നായി മാറുന്നു. ഐ ലൈക്ക് ആപ്പിൾസ് ആൻഡ് ഓറഞ്ചസ്. ഷീ ഈസ് പുവർ, ഷീ ഈസ് ഹാപ്പി. അവൾ പാവപ്പെട്ടവളാണ്, അവൾ സന്തോഷവതിയാണ്. ഇതിനെ എങ്ങനെ കൺജങ്ഷൻ ചേർത്ത് ഒറ്റ സെന്റൻസ് ആക്കാം? ഷീ ഈസ് പുവർ ബട്ട് ഷീ ഈസ് ഹാപ്പി. ബട്ട് എന്ന കൺജങ്ഷനാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഷീ ഈസ് പുവർ ബട്ട് ഷീ ഈസ് ഹാപ്പി. അവൾ പാവപ്പെട്ടവളാണ്, പക്ഷേ അവൾ സന്തോഷവതിയാണ്. പക്ഷേ ബട്ട് ആണ് അവിടെ കൺജങ്ഷൻ. ആ സെന്റൻസുകളെ തമ്മിൽ യോജിപ്പിച്ച് വെച്ചിരിക്കുന്നത് ബട്ട് എന്ന കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ഹി സ്റ്റേഡ് ഹോം, ഹി വാസ് സിക്ക്. ഈ 2 സെൻറ്റൻസിനെ എങ്ങനെ ഒന്നിച്ച് ചേർത്താം? ഹി സ്റ്റേഡ് ഹോം, അവൻ വീട്ടിൽ നിന്നു. ഹി വാസ് സിക്ക്, അവൻ അസുഖബാധിതനാണ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം: ഹി സ്റ്റേഡ് ഹോം ബിക്കോസ് ഹി വാസ് സിക്ക്. അവൻ വീട്ടിൽ നിന്നതിൻ്റെ കാരണം അവൻ അസുഖമുള്ളത് കൊണ്ടാണ് അവൻ വീട്ടിൽ തന്നെ ഇരുന്നത്. കാരണം എന്നർത്ഥമുള്ള ബിക്കോസ് ആണ് അവിടെ കൺജങ്ഷനായി വന്നിട്ടുള്ളത്. That's all for today. See you in the next class. Until then, bye bye.